ഇതിലിപ്പോൾ അടുത്തത് നമ്മൾ സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയാൻ പോവാണ്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ കുറച്ച് ടേമുകളുണ്ട്. എന്താ pH ചാർട്ട്, അതായത് പ്രഷർ എൻതാൽപ്പി ചാർട്ട്, ടി എസ് ചാർട്ട്, അങ്ങനെയുള്ള കുറച്ച് ചാർട്ടുകളെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ളത് പഠിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരുന്ന സമയത്ത് അത് ആ ചാർട്ടുകളൊക്കെ ഉപയോഗിക്കണം. ചാർട്ടുകളിൽ നിന്നൊക്കെ കുറച്ച് ടേമുകളൊക്കെ എടുക്കേണ്ട വരും, കുറച്ച് വാല്യൂസൊക്കെ എടുക്കേണ്ട വരും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അതെന്താണ്, പിന്നെ അതിൻ്റെ കുറച്ച് COP ഒക്കെ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, തിയറി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു റെഫ്രിജറൻറ്റ് ഉപയോഗിക്കുന്നു. പഴയതിലെ എയറാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പർട്ടിക്കുലർ റെഫ്രിജറേഷൻ മീഡിയമാണ്. അതിൽ നമ്മൾ 2-3 പേരുകൾ പറഞ്ഞു, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ പഠിക്കുന്നിടത്ത് വേറെ കുറച്ച് പേരുകളൊക്കെ വരും. അപ്പോൾ ബേസിക്കായിട്ടുള്ള അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള CO2 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനെ വേപ്പറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ വേപ്പർ എന്ത് ചെയ്യും, ഞാനന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് കംപ്രസർ എങ്ങനെ വർക്ക് ചെയ്യുക, അല്ല റെഫ്രിജറൻ്റ് എങ്ങനെ വർക്ക് ചെയ്യുക. നമ്മളൊരു ഗ്യാസിന് കൊടുത്ത് വിട്ടിട്ട് ആ ഗ്യാസിൻ്റെ ടെൻഡൻസി എപ്പോഴും എന്താ പറയുക വാതകാവസ്ഥയിൽ ഇരിക്കാനായിരിക്കും. പക്ഷെ നമ്മളതിനെ ലിക്വിഡാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എവിടെ നിന്നെങ്കിലും ഒരു ഇത്തിരി ചൂട് കിട്ടി അത് വലിച്ചെടുത്തിട്ട് വാതകമാവും. ആ അവസ്ഥ, ആ ഒരു കണ്ടീഷനാണ്, ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തു നിന്ന് ടെമ്പറേച്ചർ വലിച്ചെടുത്ത് അതിനെ തണുപ്പിക്കുന്നത്. ഓക്കെ, ഏതിനെ തണുപ്പിക്കുന്നത്, നമ്മുടെ ഒബ്ജക്റ്റിനെ തണുപ്പിക്കുമ്പോൾ ആ ചൂട് വലിച്ചെടുത്തിട്ട് ലിക്വിഡായിട്ടുള്ള കണ്ടൻറ്റ് എന്താവും, റെഫ്രിജറൻറ്റ് വീണ്ടും ഗ്യാസ് ആവും. അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഈ പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്രസർ. ഈ കംപ്രസറിൻ്റെ ഉള്ളിൽ നമ്മുടെ റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യും. ആ കംപ്രസ് ചെയ്യുമ്പോൾ എന്തായി, അതിന് പ്രഷർ കൂടി, ടെമ്പറേച്ചർ കൂടി. ആ കൂടിയ പ്രഷർ, അതാണ് ഹൈ പ്രഷർ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രഷറും ടെമ്പറേച്ചറും കൂടിയത് ഇതിലേ ഇങ്ങനെ വന്നിട്ട് ഈ കണ്ടൻസർ എന്ന് പറയുന്ന സ്ഥലത്തോടെ പോകും. കണ്ടൻസറിലൂടെ പോകുമ്പോൾ അത് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ നേരെ എയറിലേക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ വാട്ടർ ആയിരിക്കാം, അതിൻ്റെ കണ്ടൻസിങ് മീഡിയ. നമ്മളിപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പിന്നിൽ കാണുന്ന, അല്ല വീടിലാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ പിന്നിൽ കാണുന്ന ആ ഒരു നെറ്റ് പോലുള്ള ഭാഗമല്ലേ, അത് ഇതാണ്. അവിടെ ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ പോകണ്ടാവും, അതിലാണ് കണ്ടൻസേഷൻ നടക്കുന്നത്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ ഹൈ പ്രഷർ സൈഡിലുള്ള ആ ഹൈ പ്രഷറായിട്ടുള്ള ഇത് ലിക്വിഡ്, ഇതിപ്പോൾ ഇവിടെ നിന്ന് കടന്നു കഴിയുമ്പോൾ ഇവിടുന്ന് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ലിക്വിഡാവും. ഇതിലുള്ളത് വേപ്പറാണ്, അതിനെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലിക്വിഡ് ചെയ്ത് കഴിയുമ്പോൾ ഹൈ പ്രഷറായിട്ട് ഉള്ളത് ഇതിലൂടെ വന്നിട്ട് ലിക്വിഡ് ഉണ്ടാവാം, വേപ്പറും ഉണ്ടാവാം എന്നാണ് പറയുക. പക്ഷേ നമുക്ക് വേണ്ടത് ലിക്വിഡാണ്. ഒരു ഹൈ എഫിഷ്യൻസിക്ക് വേണ്ടത് ലിക്വിഡാണ്. അപ്പോൾ ആ ലിക്വിഡ് ഇതിലേ ഇങ്ങനെ വന്ന് കണ്ടൻസ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ പുറത്തേക്ക് പോകും. അപ്പോൾ എന്തുണ്ടാവുക, ഹൈ പ്രഷറായിരിക്കും, ലോ ടെമ്പറേച്ചറായിട്ടുണ്ടാവും. ടെമ്പറേച്ചർ കുറവായിട്ടായിരിക്കും അതിനെ ലിക്വിഡായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അതിനെന്ത് ചെയ്യും, റിസീവറിലേക്ക് കൊണ്ടുവരും. ആ റിസീവറിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് റിസീവറിൽ നിന്ന് അത് എന്ത് ചെയ്യും, ഒരു റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത സ്ഥലം അത്ര ഉദ്ദേശിക്കണമല്ലോ. ആ ഹൈ പ്രഷറിലുള്ള ആ ഒരു ലിക്വിഡ് കണ്ടൻറ്റിനെ നമ്മളൊരു റിസീവറിൽ കൊണ്ടുവന്നിട്ട് ഒരു എക്സ്പാൻഷൻ വാൽവ്, ഇതാണ് നമ്മുടെ എക്സ്പാൻഡർ എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പാൻഷൻ വാൽവിലൂടെ കടത്തിവിടും. ഈ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഐസോതെർമൽ കംപ്രഷൻ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ആ ഭാഗം ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കാർനോട്ട് സൈക്കിളൊക്കെ പഠിച്ചിരുന്നത് ആ ഒരു ഭാഗമാണിത്. അപ്പോൾ ആ ഒരു ഇതാണ്, ആ ഒരു ഇത് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ എക്സ്പാൻഷൻ വാൽവിലൂടെ ഇതിലൂടെ കടന്നു പോകും. ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടെ ഓൾറെഡി ടെമ്പറേച്ചർ കുറഞ്ഞു, പക്ഷേ പ്രഷർ കൂടുതലാണ്. ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസമൊന്നും ഇല്ല, പക്ഷേ പ്രഷർ കുറയും. എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇതിലേ ഇങ്ങനെ പോകും. അപ്പോൾ ലോ പ്രഷർ ലിക്വിഡ് വേപ്പർ മിക്സ്ചറായി. അപ്പോൾ ഇതിലേ ഇങ്ങനെ വന്നിട്ട് ലിക്വിഡാണ് വേണ്ടത്, പക്ഷേ ലിക്വിഡ് വേപ്പർ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ കംപ്രഷൻ നടക്കുന്നതിൽ ഉള്ള അപാകതകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ലിക്വിഡ് വേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിക്വിഡ് വേപ്പർ ഇതിലേ ഇങ്ങനെ വരും. ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ ഫ്രീസർ, അതായത് നമ്മൾ എവിടെ നിന്നാണോ തണുപ്പിക്കേണ്ടത് ആ ഭാഗമാണിത്. അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ കോയിൽസ് ഉണ്ടാവും. ആ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവും ആ കണ്ടൻസിങ് ഇൻസുലേറ്റഡ് കോൾഡ് ചേമ്പർ. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇൻസുലേറ്റഡ് കോൾഡ് ചേമ്പറിൻ്റെ ഉള്ളിൽ കൂടെ പോവും. അവിടെ വെച്ചിട്ട് ഇത് ചൂട് വലിച്ചെടുക്കും. അതിൻ്റെ ഉള്ളിലുള്ള ചൂട് ഇത് വലിച്ചെടുത്തിട്ട് ഇതെന്ത് ചെയ്യും, ഈ ലിക്വിഡ് തിരിച്ച് എന്താവും,
നമ്മളുടെ വേപ്പറാവും. ഒരു ചെറിയ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അത്രയും മൈന്യൂട്ടാണ്. നമ്മൾക്കിപ്പോൾ മനുഷ്യന്മാർ നമ്മൾക്ക് കാണുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത് ഗ്യാസ് തന്നെയാണ്. അപ്പോൾ അതിന് ഒരു ഇത്തിരി ടെമ്പറേച്ചർ കിട്ടിയാൽ അതപ്പോൾ ചെറിയൊരു മൈന്യൂട്ട് ടെമ്പറേച്ചർ കിട്ടിയാൽ മതി. അതിൻ്റെ കറക്റ്റ് വാല്യൂ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വളരെ ഒരു ചെറിയ ടെമ്പറേച്ചർ കിട്ടിയാൽ തന്നെ അത് തിരിച്ച് ആ ചൂടിൽ അത് ഗ്യാസായി മാറും. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ഇതിലൂടെ വന്നിട്ട് ഇത് ഇവാപ്പറേറ്റർ എന്ന് പറയും. മനസ്സിലായിട്ട് ഇതാണ് ഇവാപ്പറേറ്ററിലൂടെ ഇത് കണ്ടൻസർ, ഇത് ഇവാപ്പറേറ്ററിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇത് വലിച്ചെടുത്തിട്ട് ചൂട് വലിച്ചെടുത്തിട്ട് ലോ പ്രഷർ ആയിട്ടുള്ള വേപ്പർ ഇത് തിരിച്ച് വേപ്പറായി. കണ്ടില്ലേ, ഇവിടെ നിന്ന് വേപ്പറായി. ഇവിടെ നേരെ ലിക്വിഡ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ലോ പ്രഷർ ലിക്വിഡ് വേപ്പർ എന്ന് പറഞ്ഞിരുന്നത്. ലിക്വിഡാണ് ഇവിടെ വരെ വരുന്നത്. ഇവിടെ നിന്ന് അതോടുകൂടി അത് വേപ്പറാവും. വേപ്പറായിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ കംപ്രസറിലേക്ക് എത്തും. അപ്പോൾ കംപ്രസറിൽ നമുക്ക് വേണ്ട ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കുറേ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പുതിയ ടെക്നിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കണത് അതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻസിലൊക്കെ ഈ ടേമുകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കംപ്രസറിലേക്ക് വരേണ്ടത് വേപ്പറാണ്, ലിക്വിഡ് ഒരിക്കലും വരരുത്. ലിക്വിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്രസറിന് കേടാണ്. കംപ്രസറിൻ്റെ ഉദ്ദേശം വേപ്പറിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇതാണ് ഈ സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്രസറുണ്ട്. അതിൻ്റെ കംപ്രസറിൻ്റെ 2 സൈഡുകൾ AB എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 സൈഡുകൾ AB എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ അതിൽ ഒരു സൈഡ് ഹൈ പ്രഷർ സൈഡ്, ഒരു സൈഡ് ലോ പ്രഷർ സൈഡ്. അപ്പോൾ ഹൈ പ്രഷർ സൈഡിലൂടെ ഇങ്ങനെ വന്ന് എക്സ്പാൻഷൻ വാൽവ് വരുന്നതോടുകൂടി അത് ലോ പ്രഷറാവും. ലോ പ്രഷറിലൂടെ ഇവാപ്പറേറ്ററിലൂടെ കടന്ന് അത് വീണ്ടും തിരിച്ച് കംപ്രസറിലെത്തും. അപ്പോൾ ഇവിടെ 2 പ്രഷർ ഗേജുകളുണ്ട്. അത് നമുക്ക് പ്രഷർ നോക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഞാൻ ഇത് വെച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ കംപ്രസർ ദ ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം ഇവാപ്പറേറ്റർ ഈസ് ഡ്രോൺ ഇൻ ടു ദ കംപ്രസർ ത്രൂ ദ ഇൻലെറ്റ് ഓർ സക്ഷൻ വാൽവ്. അപ്പോൾ ലോ പ്രഷർ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേപ്പർ ഇവിടേക്ക്. അപ്പോൾ സക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കിളാണ്. ഇതിങ്ങനെ വന്നിട്ട് ഈ സൈക്കിൾ ഇവിടെ എത്തുമ്പോൾ ഇതിനെ വീണ്ടും ഇതിലേക്ക് വലിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ വേറെ പുതിയ ഒരു മീഡിയ അല്ല. എപ്പോഴും ഈ റെഫ്രിജറൻറ്റ് ഇതിലിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞത്. റെഫ്രിജറൻറ്റ് ഫ്രം ഇവാപ്പറേറ്റർ ഈസ് ഡ്രോൺ ഇൻ ടു ദ കംപ്രസർ ത്രൂ ദ ഇൻലെറ്റ് ഓർ സക്ഷൻ വാൽവ് വേർ ഇറ്റ് ഈസ് കംപ്രസ്ഡ് ടു എ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് അത് കടത്തിവിടും, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആക്കി വിടും. ദിസ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ കണ്ടൻസർ. ഇതിലേക്ക് കണ്ടൻസറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും ത്രൂ ദ ഡെലിവറി ഓർ ഡിസ്ചാർജ് വാൽവ് B. അപ്പോൾ ഇത് സക്ഷൻ വാൽവ്, ഇത് ഡിസ്ചാർജ് വാൽവ്. ഓക്കെ, ഇത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സക്ഷൻ എന്ന് എഴുതാം, ഇത് ഡിസ്ചാർജ്. സെക്ഷൻ വാൽവ് എഴുതിക്കോ, ഡിസ്ചാർജ് വാൽവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെക്ഷൻ വാൽവ്, ഡിസ്ചാർജ് വാൽവ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, കംപ്രസറിന് ഒരു സെക്ഷൻ സൈഡ്, ഒരു ഡിസ്ചാർജ് സൈഡ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടൻസർ ഓർ കൂളർ കൺസിസ്റ്റ് ഓഫ് കോയിൽസ് ഓഫ് പൈപ്പ് ഇൻ വിച്ച് ദ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് ഈസ് കൂൾഡ് ആൻഡ് കണ്ടൻസ്ഡ് വൈൽ പാസിംഗ് ത്രൂ ദ കണ്ടൻസർ. അപ്പോൾ ഇതിലാണ് കോയിൽസ്, പൈപ്പ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. ആ സെറ്റപ്പ്, ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അത് കടന്നു പോകുമ്പോൾ ആ കൂളൻ്റ് ആ റെഫ്രിജറൻറ്റ് കണ്ടൻസ് ചെയ്യും. ഗീവ്സ് അപ്പ് ഇറ്റ്സ് ലാറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഗീവ്സ് അപ്പ് ഇറ്റ്സ് ലാറ്റൻറ്റ് ഹീറ്റ്. ലാറ്റൻറ്റ് ഹീറ്റിനെ പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാറ്റൻറ്റ് ഹീറ്റിനെ കൊടുത്തുവിടും. അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് എന്താ, സെൻസിബിൾ ഹീറ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, അവസ്ഥ മാറുന്നതിന് കാരണമാകുന്നത്. എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ടു വേപ്പർ ടു അങ്ങനെയുള്ള ഇതില്ലേ. ഇപ്പോൾ ഖരാവസ്ഥയിലുള്ളതിനെ ദ്രാവകാവസ്ഥയിലുള്ളത് വാതകാവസ്ഥയിൽ. ആ മാറ്റത്തിന് കാരണമാകുന്ന ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറിനെ കടത്തിവിടും. ലാറ്റൻറ്റ് ഹീറ്റ് ടു ദ സറൗണ്ടിങ് കണ്ടൻസിങ് മീഡിയം വിച്ച് ഇസ് നോർമലി എയർ ഓർ വാട്ടർ. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ, ലാറ്റൻറ്റ് ഹീറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അത് കൊടുത്ത് പുറമേക്ക് കടത്തിവിടും. അപ്പോൾ എയർ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കാം. ഇനി റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ നേരത്തെ ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ദ കണ്ടൻസർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ കണ്ടൻസർ ഈസ് സ്റ്റോർഡ് ഇൻ എ വെസൽ നോൺ ആസ് റിസീവർ. അവിടെ സ്റ്റോറിംഗ് ആണ്. ഫ്രം വേർ ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ദ ഇവാപ്പറേറ്റർ ത്രൂ ദ എക്സ്പാൻഷൻ വാൽവ്. അവിടെ വെച്ചിട്ട് അത് എക്സ്പാൻഷൻ വാൽവിലേക്ക് എക്സ്പാൻഷൻ വാൽവിലേക്ക് കടത്തിവിടും. റിസീവറിൽ നിന്ന് എക്സ്പാൻഷൻ വാൽവിലൂടെ കടത്തിവിടും. വേർ ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ദ ഇവാപ്പറേറ്റർ ത്രൂ ദ എക്സ്പാൻഷൻ വാൽവ് ഓർ റെഫ്രിജറൻറ്റ് കൺട്രോൾ വാൽവ്. അപ്പോൾ എക്സ്പാൻഷൻ വാൽവിന് വേറൊരു പേരും കൂടി ഉണ്ട്, റെഫ്രിജറൻറ്റ് കൺട്രോൾ വാൽവ്. ഓക്കെ, പിന്നെ എക്സ്പാൻഷൻ വാൽവ്, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ദ ത്രോട്ടിൽ വാൽവ് ഓർ റെഫ്രിജറൻറ്റ് കൺട്രോൾ വാൽവ്. ദ ഫംഗ്ഷൻ ഓഫ് ദ എക്സ്പാൻഷൻ വാൽവ് ഈസ് ടു അലോ ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് അണ്ടർ ഹൈ പ്രഷർ. അവിടെ ഹൈ പ്രഷറാണ് ആൻഡ് ടെമ്പറേച്ചർ അപ്പോൾ നോർമലി ലോ ആണ്, അവിടെ ടെമ്പറേച്ചർ ലോ ആയിട്ടുണ്ട്. ടു പാസ് അറ്റ് എ കൺട്രോൾഡ് റേറ്റ് ആഫ്റ്റർ റെഡ്യൂസിങ് ഇറ്റ്സ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഓൾറെഡി
ഓൾറെഡി ടെമ്പറേച്ചറൊക്കെ കുറവായിരിക്കും, കണ്ടൻസ് ചെയ്ത് വരുമ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രഷറിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ എക്സ്പാൻഷൻ വാൽവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാണ്. പ്രഷറിനെയാണ് നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ PV ഡയഗ്രാം നമ്മൾ ഇതിന് മുന്നേ പഠിച്ച കാർനോട്ട് സൈക്കിളിൻ്റെ ഒക്കെ ബേസ് ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സ് അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പ്രഷറിനെയാണ് നമ്മൾ എക്സ്പാൻഷനിൽ കുറയ്ക്കുന്നത്. ഇനി ഇവാപ്പറേറ്റർ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോയിൽസ് ഓഫ് പൈപ്പ് ഇൻ വിച്ച് ദ ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റ് അറ്റ് ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഇവാപ്പറേറ്റ് ആൻഡ് ചേഞ്ച്ഡ് ഇൻ ടു വേപ്പർ റെഫ്രിജറൻറ്റ്. അപ്പോൾ ഇതിലാണ് ഈ ഇവാപ്പറേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുന്ന ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റ് അറ്റ് ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഇവാപ്പറേറ്റഡ് ആൻഡ് ചേഞ്ച്ഡ് ഇൻ ടു വേപ്പർ റെഫ്രിജറൻറ്റ്. ഇൻറ്റു ആ വേപ്പർ റെഫ്രിജറൻറ്റിലേക്ക് മാറുന്നത് ഇവാപ്പറേറ്ററിൽ വെച്ചിട്ടാണ്. അറ്റ് ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ഇവാപ്പറേറ്റിംഗ് ദ ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റ് അബ്സോർബ്സ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഫ്രം ദ മീഡിയം വിച്ച് ഈസ് ടു ബി കൂൾഡ്. അപ്പോൾ അത് അവിടെ നിന്ന് വെച്ചിട്ട് ഏതിൽ നിന്നാണ് ചൂട് വലിച്ചെടുക്കേണ്ടത് അവിടെ വെച്ചിട്ട് ആ ചൂട് വലിച്ചെടുക്കും. അപ്പോൾ latent liquid vapor absorbs the latent heat of vaporization from the latent heat of vaporization ആവാൻ വേണ്ട latent heat അത് വലിച്ചെടുത്തിട്ട് which is to be ആ കൂൾഡ് ആവേണ്ട സബ്ജക്റ്റിൽ നിന്ന് വലിച്ചെടുക്കും. ദെൻ വേപ്പർ റെഫ്രിജറന്റ് enters into the compressor through valve. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ തിരിച്ച് കംപ്രസറിൻ്റെ വാൽവ് എയിലേക്ക് സക്ഷൻ വാൽവിലേക്ക് പോകും. സക്ഷൻ വാൽവ് എന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് കംപ്രസറിൽ കംപ്രസ് ചെയ്യും, പിന്നെ ഡിസ്ചാർജ് വാൽവിലൂടെ പുറത്തേക്കും. അതാണ് പറയുന്നത്. പിന്നെ ഇതിലുള്ള രണ്ട് പ്രഷർ സൈഡുകളാണ്, ഹൈ പ്രഷർ സൈഡ്, ലോ പ്രഷർ സൈഡ്. ഹൈ പ്രഷർ സൈഡിൽ എന്തൊക്കെയുള്ളത്? ഹൈ പ്രഷർ സൈഡിൽ നിന്നാണ് ഡിസ്ചാർജ്, പൈപ്പിംഗ് ഫ്രം ഡെലിവറി വാൽവ് ബി ടു ദ കണ്ടൻസർ. അപ്പോൾ കംപ്രസറിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ഭാഗം, പിന്നെ ആ പൈപ്പിംഗ് കണ്ടൻസറിലേക്ക് വരുന്ന പൈപ്പിംഗ്, അത് കഴിഞ്ഞ് റിസീവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വാൽവ്. അവിടെ വരെ നമ്മൾ ഫിഗർ ഓർത്ത് പറഞ്ഞാൽ മതി. എക്സ്പാൻഷൻ വാൽവ് വരെ ഹൈ പ്രഷറാണ്, എക്സ്പാൻഷൻ വാൽവിന് ശേഷം ലോ പ്രഷറാണ്. അപ്പോൾ ലോ പ്രഷർ സൈഡിൽ പൈപ്പിംഗ് ഫ്രം എക്സ്പാൻഷൻ വാൽവ് ടു ദി ഇവാപ്പറേറ്ററിൽ നിന്ന് അങ്ങനെ പോകുന്ന പൈപ്പൊക്കെ ലോ പ്രഷറാണ്. ഇവാപ്പറേറ്റർ അത് കഴിഞ്ഞാൽ സക്ഷൻ ലൈൻ ഓർ പൈപ്പിംഗ് ഫ്രം ദ ഇവാപ്പറേറ്റർ ടു സക്ഷൻ വാൽവ്. അപ്പോൾ കംപ്രസർ അതായത് സക്ഷൻ വാൽവിൻ്റെ പൈപ്പിംഗ് ലൈനുകൾ, ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന പൈപ്പിംഗ് ലൈൻ, അതെല്ലാം ലോ പ്രഷർ സൈഡാണ്. ഇതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഫിഗർ വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ബേസിക് പാർട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയത്. ഇനി ഇതിൽ പറയുന്നതാണ് പ്രഷർ എൻതാൽപ്പി ചാർട്ട് അല്ലെങ്കിൽ pH ചാർട്ട്. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിലെന്തൊക്കെ പ്രോസസ്സുകളാണുള്ളത്, അല്ലെങ്കിൽ ആ pH ചാർട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ pH ചാർട്ട് നമുക്കുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ഇത് ശരിക്കുള്ള ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യം കണക്കൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതിലുള്ള ടേമുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഫിഗർ മാത്രമാണിത്. പ്രഷർ എൻതാൽപ്പി ചാർട്ട് pH ചാർട്ട്. ദ മോസ്റ്റ് കൺവീനിയൻറ്റ് ചാർട്ട് ഫോർ സ്റ്റഡിയിങ് ദ ബിഹേവിയർ ഓഫ് റെഫ്രിജറൻറ്റ് ഈസ് ദ pH ചാർട്ട്. അപ്പോൾ റെഫ്രിജറേഷനെ കുറിച്ചുള്ള പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ pH ചാർട്ട് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ വെർട്ടിക്കൽ കോർഡിനേറ്റ്സ് റെപ്രസെൻറ്റ് ദ പ്രഷർ, അതായത് ഈ XY ആക്സിസ്. അപ്പോൾ വെർട്ടിക്കൽ കോർഡിനേറ്റ്സ് Y ആക്സിസിൽ എന്താ പ്രഷറും, ഹൊറിസോണ്ടൽ കോർഡിനേറ്റ്സിൽ എന്താ റെപ്രസെൻറ്റ് എൻതാൽപ്പി. ഇവിടെ എൻതാൽപ്പിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ ഇപ്പോൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ ജസ്റ്റ് ഒരു സ്ക്വയർ പോലെ ഞാൻ കാണിച്ചാണ്, ഒരു പർട്ടിക്കുലർ ഏരിയ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇതാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. ഇതാണ് നമ്മുടെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ഈ ഒറിജിനലിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ച് ഇതിലേ വന്ന് ഇവിടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. പിന്നെ ഇതിൻ്റെ ഈ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി വന്നിട്ട് പിന്നെ കുറയുന്ന ഒരു ഭാഗത്തിന് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരാണ്. അപ്പോൾ അത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബോയിലിംഗ് കണ്ടീഷൻ, അതിനെയാണ് ഈ സാച്ചുറേഷൻ എന്ന് പറയാം. സാച്ചുറേറ്റഡ് ബോയിൽ ചെയ്തിരിക്കുന്ന അവസ്ഥ, അതിനാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുക. അപ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, പിന്നെ വേപ്പറിൻ്റെ ഇവിടെ നിന്നുള്ളത് വേപ്പറിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റുള്ള പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ. പിന്നെ ഇതിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടേമുകൾ, ഇത് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൻ്റെ ഇപ്പുറം ലെഫ്റ്റ് ഭാഗം എന്താ സൂപ്പർ കൂൾഡ് ലിക്വിഡ് റീജിയൻ. പിന്നെ ഈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ്റെ റൈറ്റ് ഭാഗം ഇപ്പുറത്തുള്ളത് എന്താ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റീജിയൻ. അപ്പോൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ് റീജിയനും സൂപ്പർ ഹീറ്റഡ് വേപ്പർ റീജിയനും, അതാണ് ഇതിൻ്റെ രണ്ട് പോർഷൻ. ഇനി ഇതിൻ്റെ നടുക്കിലുള്ള ഭാഗം എന്താ വെറ്റ് വേപ്പർ റീജിയൻ. അതിനെ വെറ്റ് വേപ്പർ റീജിയൻ എന്ന് പറയുക. ഇതിൻ്റെ ഈ കർവിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിന് വെറ്റ് വേപ്പർ റീജിയൻ എന്നാണ് പറയുക. നമ്മളിപ്പോൾ pH ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതാണ് വരയ്ക്കുക. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ അടുത്ത ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇതൊക്കെ ഉണ്ട്, നമ്മളത് അവിടെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ വരകളുണ്ടാവും, ഇതിങ്ങനെ കുറേ വരകളുണ്ടാവും, ഇതിങ്ങനെ കുറേ വരകളുണ്ടാവും, ഇതിങ്ങനെ കുറേ വരകളുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ളത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ. ഇങ്ങനെ ഇവിടെയുള്ള ഈ കുറേ വരകളെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ എന്ന് പറയും. ഇവിടെയുള്ള ഈ കുറേ വരകളെ കോൺസ്റ്റൻറ്റ് വോളിയം ലൈൻ എന്ന് പറയും. അതേപോലെ ഇവിടെയുള്ള ഈ കുറേ വരകളെ കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ലൈൻ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇതിലുള്ള ഒരു ജസ്റ്റ് ഭാഗങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കുന്നതും
ഇങ്ങനെയാണ്, ഇതിങ്ങനെ വരച്ചിട്ട് ഇതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഈ ഒരു ഷേപ്പാണ് കേട്ടോ, ഈ ഒരു ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഓക്കെ, എ സാച്ചുറേറ്റഡ് ലിക്വിഡ് ഈസ് വൺ വിച്ച് ഹാസ് എ ടെമ്പറേച്ചർ ഈക്വൽ ടു സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അതിപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷനാണ്. സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ ഉള്ളതാണ്, കറസ്പോണ്ട് ടു ഇറ്റ്സ് പ്രഷർ. പർട്ടിക്കുലർ പ്രഷറിൽ അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറയുക. സിമിലർലി ഇത് സാച്ചുറേഷൻ വേപ്പർ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പ്രഷറിൽ അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത വേപ്പറിനാണ് സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ ടെമ്പറേച്ചർ മീൻസ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ആൻഡ് വേപ്പർ ലൈൻ മെർജ് ഇൻ ടു വൺ അനദർ അറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ അത് മെർജ് ചെയ്യും. സ്പേസ് ലെഫ്റ്റ് ടു ദ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ഈ സൂപ്പർ കോൾഡ്. ഇപ്പുറത്തുള്ള സൂപ്പർ കോൾഡ് റീജിയൻ. സ്പേസ് റൈറ്റ് ടു ദ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ഈസ് എന്താ പറയുക, നമ്മൾ ഇപ്പുറത്തുള്ളത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ റീജിയൻ. അത് നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങൾ. വേപ്പർ റീജിയൻ ആൻഡ് ദ ഇൻ ബിറ്റ്വീൻ സ്പേസ് ഈസ് കാൾഡ് വെറ്റ് വേപ്പർ റീജിയൻ. അതിൻ്റെ അതിൻ്റെ നടുക്കിലായിട്ടുള്ളത് വെറ്റ് വേപ്പർ റീജിയൻ. ഓക്കെ, ഇനി തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. ഇതിനിപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് പറയാൻ പോവാണ്. ഇത് ഈ ഫിഗറുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിക്കുക. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫിഗറുകളൊക്കെ വരച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൽ തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. അപ്പോൾ തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ. ഡ്രൈ ആയിരിക്കും, സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഇങ്ങനെയാണ്. നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്ന നോക്കുക, ഇത് കംപ്രഷൻ, ഇത് കണ്ടൻസിങ്, ഇത് എക്സ്പാൻഷൻ, ഇത് ഇവാപ്പറേഷൻ. ഇതപ്പോൾ ഈ കംപ്രഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാച്ചുറേറ്റഡ് ലൈൻ. നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, ഇവിടെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ അല്ലേ, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. അപ്പോൾ ഇതാണ് ആ രണ്ട് വരകളാണ് ഇട്ടത്. ഇതിങ്ങനെ വരയ്ക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത്. അപ്പോൾ നമ്മൾ കംപ്രഷന് ശേഷമുള്ളത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. അപ്പോൾ ഈ വരയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ വര ചിലപ്പോൾ അങ്ങോട്ട് പോകും, ചിലപ്പോൾ വരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരും, അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളൊക്കെ വരും. അതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് 4 പ്രോസസ് ഓഫ് സൈക്കിൾ ആർ ആസ് ഫോളോസ്. കംപ്രഷൻ പ്രോസസ്സ്, ഓക്കെ, കണ്ടൻസിങ് പ്രോസസ്സ്, പിന്നെ എക്സ്പാൻഷൻ പ്രോസസ്സ്, പിന്നെ വേപ്പറൈസിങ് അല്ലെങ്കിൽ ഇവാപ്പറേറ്റിംഗ് പ്രോസസ്സ്. ഇതാണ് ഇതിൽ 4 പ്രോസസ്സുകൾ. അപ്പോൾ ഈ 4 പ്രോസസ്സ് നമ്മൾ ഇത് എഴുതുമ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ, ഇത് ടെമ്പറേച്ചർ, ഇത് എൻട്രോപ്പി, TS ഡയഗ്രാം വെച്ചു. ഇത് TS ഡയഗ്രാം, ഇത് PH ഡയഗ്രാം. ഇത് PH ഡയഗ്രത്തിലുള്ളത് PH ഡയഗ്രമാണ് ഈ വരച്ചിട്ടുള്ളത്, ഈ ഷേപ്പ്. TS ഡയഗ്രമാണ് ഈ ഷേപ്പ്. അപ്പോൾ അത് ഷേപ്പുകളൊക്കെ ഒന്ന് നമ്മൾ ബൈ ഹാർട്ട് തന്നെ ചെയ്യണം കേട്ടോ, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് TS ആണ്, ഇതാണ് PH, ഇത് TS ആണ്. അപ്പോൾ ഈ വരയ്ക്കേണ്ട രീതി നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഷേപ്പാണ്, ഇതിൻ്റെ ഇങ്ങനെയാണ്, ഇങ്ങനെ. പക്ഷേ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. നമ്മൾ നേരത്തെ PH അപ്പുറത്ത് കാണിച്ച ഫിഗർ ഇതാണ് PH. ഈ ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ, ഇങ്ങനെ. അപ്പോൾ ഈ PH, അപ്പോൾ ആ ഫിഗർ വരയ്ക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ട രീതിയിൽ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. ഓരോ കണ്ടീഷനാണ്. ഇപ്പോൾ ഡ്രൈ സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൽ കംപ്രഷൻ്റെതാണ്. കംപ്രഷൻ്റെ ലൈൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 1 to 2 ഇവിടെ വെച്ചിട്ട് കംപ്രഷൻ്റെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ ടച്ച് ചെയ്തു. ഡ്രൈ സാച്ചുറേറ്റഡ് ആണ്. പിന്നെ അവിടെ നിന്ന് കണ്ടൻസ് ചെയ്തപ്പോൾ അത് എന്തായി, തിരിച്ച് ലിക്വിഡായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ ഫ്രീസിങ് നടക്കുന്നത്, ഇവിടെയാണ് കംപ്രഷൻ നടക്കുന്നത്, ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നത്. ഇതാണ് നമ്മൾ ആ പ്രോസസ്സിൻ്റെ ഒരു ഫിഗർ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇതിലുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. 1 to 2 കംപ്രഷൻ പ്രോസസ്സ്. വേപ്പർ റെഫ്രിജറൻ്റ് അറ്റ് ലോ പ്രഷർ P1 ആൻഡ് T1. ഇവിടെയുള്ള ലോ പ്രഷറിലുള്ള P1ഉം T1ഉം ഈസ് കംപ്രസ്ഡ് ഐസെൻട്രോപ്പിക്കലി. ഇവിടെ വെച്ചിട്ട് അത് കംപ്രസ് ചെയ്യണം ഐസെൻട്രോപ്പിക്കലി ടു ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ. അപ്പോൾ ഇത് കംപ്രസ് ചെയ്യുന്നത് ഐസെൻട്രോപ്പിക്കലി ആണ്, ടു ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ. ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റൈസസ് ഫ്രം P1 to P2. അത് നമുക്ക് ഫിഗർ നോക്കിയിട്ട് തന്നെ പിന്നെ എഴുതാം. P1 to P2. P1ൽ നിന്ന് P2ലേക്ക് കൂടും. ടെമ്പറേച്ചർ പ്രഷർ P1ൽ നിന്ന് P2ലേക്ക് കൂടും. ടെമ്പറേച്ചർ T1ൽ നിന്ന് T2ലേക്ക് കൂടും. ഓക്കെ, വർക്ക് ഡൺ ഡ്യൂറിങ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പെർ kg ഓഫ് റെഫ്രിജറൻറ്റ്. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്താണ്, H2 - H1. അത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു H2 - H1, വേർ H1 ഈസ് ദ എൻതാൽപ്പി ഓഫ് വേപ്പർ റെഫ്രിജറൻറ്റ് അറ്റ് ടെമ്പറേച്ചർ T1, ദാറ്റ് ഈസ് അറ്റ് ദ സക്ഷൻ ഓഫ് ദ കംപ്രസർ. സക്ഷനിലുള്ള എൻതാൽപ്പി. അതേപോലെ H2 എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ചാർജ്, എൻതാൽപ്പി ഓഫ് ദ വേപ്പർ റെഫ്രിജറൻറ്റ് അറ്റ് ടെമ്പറേച്ചർ T2 അറ്റ് ദ ഡിസ്ചാർജ് ഓഫ് ദ കംപ്രസർ. അപ്പോൾ ഇത് സക്ഷനിലും അതേപോലെ ഡിസ്ചാർജിലുമുള്ള അതിൻ്റെ എൻതാൽപ്പി വാല്യൂസാണ് H2 - H1 എന്നുള്ളത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഇത് കംപ്രഷൻ്റെ സക്ഷനാണ്, ഇത് കംപ്രഷൻ്റെ ഡിസ്ചാർജാണ്. പക്ഷേ ഇത് കണ്ടൻസിങ് പ്രോസസ്സിൻ്റെ സക്ഷനാണ്.
അപ്പോൾ കണ്ടൻസിങ് പ്രഷർ എത്രയായിരിക്കും? ഇവിടെ നിന്നുള്ള ഈ വാല്യൂ ആയിരിക്കും കണ്ടൻസിങ് പ്രഷർ. കണ്ടൻസിങ് പ്രഷർ ത്രൂ ഔട്ട് ഇങ്ങനെ സെയിം ആയിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും. അപ്പോൾ കണ്ടൻസിങ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കംപ്രസറിൻ്റെ ഡിസ്ചാർജ് പ്രഷറാണ് കണ്ടൻസിങ് പ്രഷർ. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു 1 to 2 കംപ്രഷൻ പ്രോസസ്സ്. ഇനി കണ്ടൻസിങ് പ്രോസസ്സ് എന്താ? ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് ഫ്രം ദ കംപ്രസർ. അപ്പോൾ കംപ്രസറിൽ നിന്ന് ഞാൻ പറഞ്ഞ ഹൈ പ്രഷർ ഡിസ്ചാർജ് പ്രഷർ കംപ്രസർ ഈസ് പാസ്ഡ് ത്രൂ ദ കണ്ടൻസർ. അപ്പോൾ കണ്ടൻസറിലൂടെ പാസ് ചെയ്യും. വേർ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ വെച്ചിട്ട് അത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കംപ്ലീറ്റ്ലി കണ്ടൻസ് ചെയ്യും. ദ റെഫ്രിജറൻറ്റ് ഗീവ്സ് ഇറ്റ്സ് ലാറ്റൻറ്റ് ഹീറ്റ്. ഇവിടെ വെച്ചിട്ട് കണ്ട ഇത് ഈ ഫിഗറിൽ കണ്ടില്ലേ? ഇവിടെ വെച്ചിട്ട് ഇത് കോൺസ്റ്റൻറ്റ് പ്രഷറിലും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും T2 = T3, P2 = P3. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് അതിനെ ആ കണ്ടീഷനിൽ അത് കണ്ടൻസ് ചെയ്യും. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ റെഫ്രിജറൻറ്റ് ഗീവ്സ് ഇറ്റ്സ് ലാറ്റൻറ്റ് ഹീറ്റ് ടു ദ സറൗണ്ടിങ് കണ്ടൻസിങ് മീഡിയം. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ലാറ്റൻറ്റ് ഹീറ്റ് എന്ത് ചെയ്യും? അത് അതിൻ്റെ സറൗണ്ടിങ് മീഡിയയിലേക്ക് കടത്തിവിടും. അപ്പോൾ എക്സ്പാൻഷൻ പ്രോസസ്സ്, ത്രോട്ട്ലിംഗ് പ്രോസസ്സ് ഈസ് ആൻ ഇറിവേഴ്സ്. അപ്പോൾ അത് ജസ്റ്റ് എഴുതിയില്ല, ത്രോട്ട്ലിംഗ് പ്രോസസ്സാണ്. അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സായിട്ടാണ് നമ്മൾ കാണുന്നത്. ഐസെൻട്രോപ്പിക് പ്രോസസ്സായിട്ട് ഇറിവേഴ്സിബിൾ ആണത്. തിരിച്ച് ആ ഇതിലേക്ക് വരില്ല. ടോട്ടൽ സൈക്കിളിൻ്റെ കാര്യമില്ല, പ്രോസസ്സിൻ്റെ കാര്യമാണ് കേട്ടത്. ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈസ് എക്സ്പാൻഡഡ് ബൈ ത്രോട്ട്ലിംഗ് പ്രോസസ് ത്രൂ ദ എക്സ്പാൻഷൻ വാൽവ് ടു എ ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഡ്യൂറിംഗ് ദിസ് ത്രോട്ട്ലിംഗ് പ്രോസസ് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ബൈ ലിക്വിഡ് റെഫ്രിജറൻറ്റ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷൻ വാൽവിൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഡ്യൂറിംഗ് ദിസ് ത്രോട്ട്ലിംഗ് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ്. നോ ഹീറ്റ് അഡീഷനോ എക്സ്പാൻഷനോ ഒന്നുമില്ല. സം ഓഫ് ദ ലിക്വിഡ് ഗെറ്റ്സ് ഇവാപ്പറേറ്റഡ് ബട്ട് ഗ്രേറ്റർ പോർഷൻ ഈസ് വേപ്പറൈസ്ഡ്. അത് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ടൈമാണ് പറഞ്ഞത്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ലോ പ്രഷറായിട്ട് മാറണം എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് എന്താ ഉണ്ടാവുക, നമ്മളുടെ ലിക്വിഡ് കംപ്രസ് ചെയ്ത് വന്ന ലിക്വിഡ് കുറച്ച് വേപ്പറൈസ് ചെയ്ത് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതൊരു പ്രാക്ടിക്കൽ ടൈമാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് റിജക്റ്റഡ് ഡ്യൂറിങ് ബൈ ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ്. പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യപ്പെടും. അപ്പോൾ പ്രഷറിൽ വ്യത്യാസം. പ്രോസസ്സ് ഇത് എക്സ്പാൻഷൻ ടു എ ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ, എക്സ്പാൻഷൻ നടക്കുമ്പോൾ P3 നിന്ന് P4 T3 നിന്ന് T4 പ്രഷറും ടെമ്പറേച്ചറും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഫിഗർ നോക്കിയിട്ട് തന്നെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇനി വേപ്പറൈസിങ് പ്രോസസ്. ദ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ഓഫ് ദ റെഫ്രിജറൻറ്റ് P4 ആൻഡ് ടെമ്പറേച്ചർ ഇവാപ്പറേറ്റഡ് ഇൻ ടു വേപ്പർ റെഫ്രിജറൻറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ലിക്വിഡ് വേപ്പർ അബ്സോർബ്സ് ഇറ്റ്സ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഫ്രം ദ മീഡിയം ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഇത് ഈ ഫിഗർ വെച്ചിട്ട് T4 P4 അതെ വേണ്ട, ഇത് P4 ഇത് T4, ഈ ഒരു കണ്ടീഷനിലുള്ള ഇത് എന്ത് ചെയ്യും? അത് ഇവാപ്പറേറ്റ് ചെയ്യപ്പെടും. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? അത് വീണ്ടും ലാറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് വേപ്പറാകും. അപ്പോൾ T4 P4 എന്താ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് T1 P1 എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് വീണ്ടും സൈക്കിൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതാണ് അതിൽ പറയുന്നത് ഇവാപ്പറേറ്റിംഗ് പ്രോസസ്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റ് പെർ kg. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്, അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർ kg വിച്ച് ഈസ് ഈക്വൽ ടു RE ഈസ് ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഈസ് ഈക്വൽ ടു H1 - H4 വേർ H4 ഈസ് ഈക്വൽ ടു HF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ടേമുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ടോ, ഇത് H1 ഇത് H2. അപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്, ഇവാപ്പറേഷനിലാണ് റെഫ്രിജറേഷൻ. ഹീറ്റ് അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത് ഇവാപ്പറേറ്റിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത് വലിച്ചെടുക്കും. അപ്പോൾ ഇതിനെ നമ്മൾ H1 - H4 എന്ന് എഴുതാം. വേർ H4 ഈസ് ഈക്വൽ ടു HF3. ഇതാണ് HF3. അപ്പോൾ ഇതെന്താ? ഇതിൻ്റെ സെൻസിബിൾ ഹീറ്റ്. HF3 ഈസ് ദ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് പറയും ഇവിടെ എഴുതിയിട്ടുണ്ട്. വേർ HF3 ഈസ് ദ സെൻസിബിൾ ഹീറ്റ് അറ്റ് T3. അതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാകുന്ന ചില വാല്യൂസാണ്. തന്നിട്ടില്ലെങ്കിൽ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടി വരും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. സെൻസിബിൾ ഹീറ്റ് അറ്റ് T3. എൻതാൽപ്പി ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ലീവിങ് ദ കണ്ടൻസർ. എൻതാൽപ്പി ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ലീവിങ് ദ കണ്ടൻസർ. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടൻസറിൽ നിന്ന് ലീവ് ചെയ്യുന്നതിൻ്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ എന്താ പറയുക, മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രത്യേകം എളുപ്പമായിരിക്കാം. അങ്ങനെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാവുന്ന വാല്യൂസാണ് നമ്മൾ ആദ്യം എടുക്കുക. അപ്പോൾ ഇത് T3 HF3 അല്ലെങ്കിൽ സെൻസിബിൾ ഹീറ്റ് അറ്റ് കണ്ടൻസർ എൻ്റെ ലീവിങ് കണ്ടീഷനിൽ കണ്ടൻസറിൽ നിന്ന് പോകുന്ന സമയത്തുള്ള എൻതാൽപ്പി നമുക്ക് അളന്നെടുക്കാൻ, ടെമ്പറേച്ചർ അളന്നെടുക്കാൻ എളുപ്പമുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമ്മളത് അതെടുക്കുന്നത്. അപ്പോൾ വേറെ HF3 ഈസ് ഈക്വൽ ടു H4. അപ്പോൾ നമ്മൾ H1 - HF3 എന്ന് എഴുതൂടെ. H1 - HF3 എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റും.
ഇത് അവിടെ എഴുതിയത് COP ഈസ് ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ H1 - H4 ഡിവൈഡഡ് ബൈ H2 - H1. H1 H1 ഏതാ H4 ഈസ് ഈക്വൽ ടു HF3. അപ്പോൾ H1 - HF3 ഡിവൈഡ് ബൈ H2 - H1. അതിൽ ഇതാണ് നമ്മുടെ COP വർക്ക് ഡൺ എന്നുള്ളത്. ഇപ്പോൾ അതിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏതാ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്നത് കംപ്രസറിലുള്ളതാണ് വർക്ക് ഡൺ. കംപ്രസറിലുള്ള വർക്ക് ഡണ്ണാണ് നമ്മൾ H2 - H1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട വർക്ക് ഡൺ നമ്മൾ എഴുതി വെച്ചാൽ ആദ്യം തന്നെ എഴുതി വെച്ചാൽ അപ്പോൾ W ഈസ് ഈക്വൽ ടു H2 - H1. ഈ H2 - H1 എന്ന് പറയുന്നത് ഇതാണ് ഈ കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണെയാണ് ഇത് പറയുന്നത്. അത് നമ്മൾ ഈ H2 - H1 ഇതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് വെച്ചിട്ട് എടുത്ത് അത് എഴുതി വയ്ക്കും. അപ്പോൾ അത് രണ്ടും എൻതാൽപ്പി വാല്യൂസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ COP ഇക്വേഷൻ ഡിഫൈൻ ചെയ്യും. അപ്പോൾ അതാണ് COP എന്താ ഡ്രൈ സാച്ചുറേറ്റഡ് കേട്ടോ. അത് ഡ്രൈ സാച്ചുറേറ്റഡിൻ്റെയാണ് പറയുന്നത്. H1 - HF3 ഡിവൈഡഡ് ബൈ H2 - H1. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഉള്ളത് അതിൻ്റെ അടുത്തത് തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് വെറ്റ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചാൽ എന്താ ഇത് ഇവിടെ നിന്ന് വന്നു ഇത് കംപ്രസ് ചെയ്തപ്പോൾ ഈ സാച്ചുറേറ്റഡ് ലൈനിൽ ഇവിടെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ ഇവിടെ മുട്ടുമായിരുന്നു അല്ല കഴിഞ്ഞ ഫിഗറിൽ. ഇതിൽ പക്ഷേ മുട്ടിയില്ല. ഇതെന്താ ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ അത് വെറ്റ് റീജിയനാണ്. അപ്പോൾ എന്താ ഇവിടെ തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് വെറ്റ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. ആഫ്റ്റർ കംപ്രഷനിൽ വെറ്റ് വേപ്പറാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഫിഗറിലുള്ള വ്യത്യാസമാണ് TS pH ഡയഗ്രത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ ഇത് ഇത് H3 ഈസ് ഈക്വൽ ടു HF4 കേട്ടോ. ഫിഗർ ചിലപ്പോൾ ചെറിയ ചെരിവ് പോലെ തോന്നുന്നുണ്ടാവും. അത് വരച്ചതിൻ്റെയാണ്. അപ്പോൾ H3 ഈസ് ഈക്വൽ ടു HF4 ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം, അത് H2, ഇവിടെ H1 അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ. പിന്നെയുള്ളത് എന്താ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ T2 ഈസ് ഈക്വൽ ടു T3, പിന്നെ T1 ഈസ് ഈക്വൽ ടു T4. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ P2 ഈസ് ഈക്വൽ ടു P3. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ P1 ഈസ് ഈക്വൽ ടു P4. ഇതൊക്കെ നമ്മളുടെ കുറേ സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് അതിലുള്ളത് തന്നെ. അതൊക്കെ നിങ്ങൾ ഓരോ ഇത് വരയ്ക്കുമ്പോഴും എഴുതുക. ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എഴുതി വെച്ചോളൂ. ഓക്കെ. അപ്പം സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. അപ്പോൾ ഇവിടുന്ന് കംപ്രഷൻ നടന്നു കഴിയുമ്പോൾ എന്താ വെറ്റ് റീജിയൻ. അപ്പോൾ വെറ്റ് റീജിയനിലാണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് ഇതിലെ വ്യത്യാസം. അപ്പോൾ ഇൻ ദിസ് സൈക്കിൾ ദ എൻതാൽപ്പി അറ്റ് പോയിന്റ് ഈസ് ഫൗണ്ട് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡ്രൈനസ് ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടേം എടുക്കണം. ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് ദിസ് പോയിന്റ് ദ ഡ്രൈനസ് ഫ്രാക്ഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഇക്വേറ്റിംഗ് ദ എൻട്രോപ്പീസ് ഓഫ് അറ്റ് പോയിന്റ് 1 and 2. അപ്പോൾ അത് എൻട്രോപ്പി ഡ്രൈനസ് ഫ്രാക്ഷൻ ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഡ്രൈനസ് ഫ്രാക്ഷൻ ഒബ്റ്റൈൻ ചെയ്യേണ്ടത് നമ്മളുടെ എൻട്രോപ്പി രണ്ട് കണ്ടീഷനിലുള്ള എൻട്രോപ്പികൾ വെച്ചിട്ടാണ് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈനസ് ഫ്രാക്ഷൻ ഒബ്റ്റൈൻ ചെയ്യുക. അതിൻ്റെ COP എന്ന് പറയുന്നത് H1 - HF3 ഡിവൈഡ് ബൈ H2 - H1. വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. H2 ആദ്യത്തെയും അത് തന്നെയായിരുന്നു. H1 - HF3 ഡിവൈഡ് ബൈ H2 - H1. ഇവിടത്തെയും സെയിം തന്നെ H1 - HF3 ഡിവൈഡ് ബൈ H2 - H1. അപ്പോൾ ആ വ്യത്യാസങ്ങളാണ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ള ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ പ്രോസസ്സിൻ്റെ. ഇനി അടുത്തത് തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ സൂപ്പർ ഹീറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റ് റീജിയൻ, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ഇതാണ്. അപ്പോൾ ആഫ്റ്റർ കംപ്രഷൻ എന്താ ഉണ്ടായത്? അത് സൂപ്പർ ഹീറ്റഡായി. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് കംപ്രഷൻ പ്രോസസ്സ്. 1 to 2 ആണ് കംപ്രഷൻ പ്രോസസ്സ്. അത് സൂപ്പർ ഹീറ്റഡായി. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് ആയപ്പോൾ 1 to 2 എന്ന് പറയുന്നത് ഇങ്ങനെയായി. അപ്പോൾ ആ പ്രോസസ്സിൽ വന്ന ചെറിയ വ്യത്യാസങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത് 1 to 2. അപ്പോൾ 1 to 2 ഇവിടെ വന്നു. ഈ 1 to 2-ൽ ഇത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതൊക്കെ നിങ്ങൾ എഴുതി ജസ്റ്റ് ഞാൻ എല്ലാം അപ്പം തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ S1 S2 S2 ഇത് S4 ഇത് S3. ഓക്കെ. അതേപോലെ തന്നെ ഇതിലെല്ലാത്തിലും വേണം. ഞാൻ അത് ഒക്കെ എല്ലാം മാർക്ക് ചെയ്തതിന് ചിലപ്പോൾ പറയുമ്പോൾ ആകെ കൺഫ്യൂസിങ് ആവും, പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഫിഗർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് S1 ഈസ് ഈക്വൽ ടു S2 ആണ്. പിന്നെ ഇത് S2'. ഓക്കെ. ഇത് S4, ഇത് S3. എത്രയാണ് ഇതിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് H1, ഇത് H2, ഇത് H2'. അപ്പോൾ അത് കുറച്ച് ഇപ്പുറത്തായിട്ട് H2' വരും. പിന്നെ ഇത് HF3 അതായത് H4 ഈസ് ഈക്വൽ ടു HF3. അതാണ് ഇത് ഈ ഫിഗറിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കുക, എന്താണ് ഈ ഫിഗറിൽ വന്ന വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം, ഇവിടെ വന്നിട്ടുള്ള വ്യത്യാസം ഇതാണ്. പിന്നെ ഇതിൽ നേരത്തേൽ T2 ഈസ് ഈക്വൽ ടു T3 ആണെങ്കിൽ ഇതിൽ T3 അതായത് T2' ഈസ് ഈക്വൽ ടു T3. അതാണ് ഇവിടെ വ്യത്യാസം. പിന്നെ ഇവിടെ വരുമ്പോൾ
ഇതിലെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയുള്ളതൊക്കെ സെയിം ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്, ഈ കാര്യമാണ്. അപ്പോൾ T2-T3, പിന്നെ ഇവിടെ വരികയാണെങ്കിൽ P2-P3-P2-. അതാണ് ഇതിലെ മെയിൻ വ്യത്യാസം. അപ്പോൾ അത് വെച്ചു. അപ്പോൾ നമ്മളത് എഴുതി. ആ ഫിഗർ PH ഡയഗ്രാം, TS ഡയഗ്രാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, ഇൻ ദിസ് സൈക്കിൾ ദ എൻതാൽപ്പി അറ്റ് പോയിന്റ് 2 ഈസ് ഫൗണ്ട് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ ഡ്രൈനസ് ഫ്രാക്ഷൻ വെച്ചിട്ടായിരുന്നു, വെറ്റ് വേപ്പറിൻ്റെ നമ്മൾ ഡ്രൈനസ് ഫ്രാക്ഷൻ വെച്ചിട്ട്. ഇവിടെ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈനസ് ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ട്, ഇവിടെയുള്ള ആ എൻതാൽപ്പി അറ്റ് പോയിന്റ് 2 ഈസ് ഫൗണ്ട് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അപ്പോൾ COP ഈസ് ഈക്വൽ ടു റെഫ്രിജറേഷൻ എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ സെയിം NH1 - HF3 ഡിവൈഡ് ബൈ H2 - H1. ഇത് ഇൻക്രീസ്. അപ്പോൾ അതിൻ്റെ 2-3 ഗുണങ്ങൾ എന്താണ്, അത് അങ്ങനെ വന്നുകൊണ്ടുള്ളത് എന്താണെന്നുള്ളത്. ഇറ്റ് ഇൻക്രീസ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. ഇൻക്രീസ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ ഇതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. ഇവാപ്പറേഷനാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. കഴിഞ്ഞ ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ സാധാരണ നമ്മുടെ ഒരു ഫിഗർ ആണെന്നെങ്കിൽ അപ്പോൾ ഇവാപ്പറേറ്റിംഗ് എഫക്റ്റ് 4:1 ഇത്രയേ ഉള്ളൂ, ശരിയല്ലേ? രണ്ടാമത്തേൽ വന്നപ്പോൾ എന്താ, ഈ അടുത്ത ഫിഗറിൽ ഇപ്പോൾ സൂപ്പർ ഹീറ്റിംഗ് വന്നപ്പോൾ ഈ വരെ ഇവിടം വരെ നീണ്ടിട്ടുണ്ട്, അല്ലേ? ശരിയല്ലേ? നോക്കിയാൽ 4:1 ഞാനിപ്പോൾ അടുത്ത ഫിഗർ എടുക്കാം. കണ്ട 4:1 ഞാൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എന്തുണ്ടായത്, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും നീങ്ങി എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റിംഗ് കഴിഞ്ഞതിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കേണ്ടിരുന്നതിന് പകരം ഇവിടെ എന്തുണ്ടായത്, ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കേണ്ടതിന് പകരം ഇവിടെ എന്തുണ്ടായത്, ഇങ്ങോട്ടേക്ക് നീങ്ങി വന്നു. അപ്പോൾ ഇവാപ്പറേറ്റിംഗ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് സമയം കൂടുതൽ കിട്ടി. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടുതലായി. കണ്ടൻസേഷൻ ഒക്കേഴ്സ് ഇൻ 2 stages. ആ കണ്ടൻസേഷൻ ഒക്കേഴ്സ് ഇൻ 2 stages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് കണ്ട ഇവിടെ 2-2-2-3 അതാണ് കണ്ടൻസേഷൻ പ്രോസസ്സ്. അപ്പോൾ കണ്ടൻസേഷൻ പ്രോസസ്സ് 2 സ്റ്റേജിലാണ് നടക്കുന്നത്. വർക്ക് ഡൺ ഇൻ കംപ്രസർ ഈസ് മോർ. അല്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-2 ഇതിൻ്റെ മുന്നത്തെ ഫിഗർ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു നേരെ ഒരു വര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അതല്ല, ഇവിടെ എന്തുണ്ടായത്, ഇത് ഇത്തിരിയും കൂടുതൽ മോഡലാണ്. ഈ ഒരു വരേനെ അപേക്ഷിച്ച് സൂപ്പർ ഹീറ്റഡ് ആകുമ്പോൾ 2 എന്ന് പറയുന്നത് കംപ്രസർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു കംപ്രസിങ് എഫക്റ്റ് കുറച്ച് കൂടുതലാവും. ഓക്കെ, അതാണ് കംപ്രസർ. വർക്ക് ഡൺ ഓൺ കംപ്രസർ ഈസ് മോർ. ഇൻക്രീസ് ഇൻ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഈസ് ലെസ് കമ്പയർഡ് ടു ഇൻക്രീസ് ഇൻ വർക്ക് ഡൺ, ഹെൻസ് ലോ COP. അപ്പോൾ നമുക്കിപ്പോൾ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടിയെങ്കിലും അത് കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണ് വെച്ച് നോക്കുമ്പോൾ അത് കുറവാണ്, അതുകൊണ്ട് COP കുറവായിരിക്കും. അപ്പോൾ ഓരോ കണ്ടീഷൻസാണ്, അത് എങ്ങനെയൊക്കെ വരാം എന്നുള്ളതിൻ്റെ കണ്ടീഷൻസാണ്. അപ്പോൾ അടുത്തത് തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ബിഫോർ കംപ്രഷനിൽ സൂപ്പർ ഹീറ്റഡ്. അപ്പോൾ ഇവിടെ നോക്കി നമ്മുടെ 1-2 ആണ് കംപ്രഷൻ. സാധാരണ നമ്മൾ ഇത്ര നേരം പറഞ്ഞു 1-2 ആണ് കംപ്രഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 1-2 കംപ്രഷൻ വരുന്നതിന് മുന്നേ സൂപ്പർ ഹീറ്റഡായി, അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടുള്ള ലൈനിൽ വെച്ച്. അപ്പോൾ ഇതാണ് ഈ സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കാണിക്കുന്നതാണ് സൂപ്പർ ഹീറ്റഡ് റീജിയൻ. അപ്പോൾ കഴിഞ്ഞതിലും നമ്മൾ ഇവിടെ ഈ ഒരു റീജിയൻ, ഇതാണ് ഈ സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്ന് പറയുക. അപ്പോൾ അവിടെ ഇവിടെയും അത് സൂപ്പർ ഹീറ്റഡ് എന്തായത്, ഇവിടെ നിന്നേ സൂപ്പർ ഹീറ്റഡായി. പിന്നെ ഇവിടെ ഓൾറെഡി അത് സൂപ്പർ ഹീറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ സിമിലർലി അപ്പോൾ ഈ സൂപ്പർ ഹീറ്റിംഗ് റീജിയൻ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ, ഇതാണ് സൂപ്പർ ഹീറ്റിംഗ് റീജിയൻ. അപ്പോൾ ഇൻ ദിസ് സൈക്കിൾ ദ ഇവാപ്പറേഷൻ സ്റ്റാർട്ട്സ് അറ്റ് 0.4 ആൻഡ് കണ്ടിന്യൂസ് അപ് ടു 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ, ഇവാപ്പറേഷൻ സ്റ്റാർട്ട്സ് അറ്റ് 0.4 ആൻഡ് കണ്ടിന്യൂസ് അപ് ടു 1 when it is dry saturated. The vapor is now superheated before entering compressor up to the 0.1. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്. അതിനുശേഷം ഇത് കംപ്രസറിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ 1-1 അത് സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും ബിഫോർ എൻ്ററിങ് ദ കംപ്രസർ അപ് ടു ദ 0.1. ഇനി അതിൻ്റെ റെഫ്രിജറേറ്റർ COP അതൊക്കെ സെയിം ആണ്, H1 - HF3 ഡിവൈഡഡ് ബൈ H2 - H1. നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടേംസുകളാണ്, ജസ്റ്റ് നോക്കുക. ഇനി അടുത്തത് തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് അണ്ടർ കൂളിംഗ് ഓർ സബ് കൂളിംഗ് ഓഫ് റെഫ്രിജറൻറ്റ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ കൂളിംഗ് ഓർ സബ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതാണ് കാണിക്കുന്നത് അണ്ടർ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ 1-2 ഇവിടെ സൂപ്പർ ഹീറ്റഡ് ആണ്, ഈ സൂപ്പർ ഹീറ്റഡ് ആയിട്ട് ഇതിങ്ങനെ വന്നു, ഇവിടെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-2 വന്നു, 2-3 ശരിക്കും വേണ്ടത് ഇതായിരുന്നു 3 അല്ലേ. ശരിക്കും നമ്മൾ കഴിഞ്ഞ ഫിഗറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് 3-3യിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അതിന് പകരം ഇവിടെ എന്തുണ്ടായി, ഈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ വെച്ചിട്ട് അതൊന്ന് അണ്ടർ കൂൾ ചെയ്തിട്ട് പിന്നെയും ടെമ്പറേച്ചർ കുറഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് 3 എന്ന് പറയുന്നത് നമ്മൾ ഇതെടുക്കും, ഈ പോയിൻ്റ് എടുക്കും, 3യിൽ നിന്ന് 4 ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ 3യിൽ നിന്ന് 4 ഇങ്ങനെ വരും. അപ്പോൾ 3യിൽ നിന്ന് 4 ഇങ്ങനെ വന്നിട്ട് അപ്പോൾ നമ്മൾ അതിന് മുന്നുള്ള ടേമുകളൊക്കെ നമ്മൾ 3 അതിൽ നിന്ന് വരേണ്ട ടേം എന്തായാലും 4 അങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ്
ടി എസും അതേപോലെ തന്നെ പി എച്ച് ഡയഗ്രത്തിലുള്ള വ്യത്യാസം കണ്ടില്ലേ, ഇതിങ്ങനെ 1 to 2 അപ്പോൾ ഇവിടെ അണ്ടർ കൂളിംഗ് വരുമ്പോൾ ഇപ്പുറത്തേക്ക് വന്നു, ഡ്രൈ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ്റെ ഇപ്പുറത്തേക്ക് വന്നിട്ട് മാർക്ക് ചെയ്യണം, അതാണ് അണ്ടർ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് സൈക്കിൾ ബിഫോർ എക്സ്പാൻഷൻ ബൈ ത്രോട്ട്ലിംഗ് ദ റെഫ്രിജറൻറ്റ് ഈസ് കൂൾഡ് ബിലോ ദ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ പ്രോസസ്സ്. ഈ എക്സ്പാൻഷൻ പ്രോസസ്സിന് മുന്നേ തന്നെ അത് ഈസ് കൂൾഡ് ബിലോ ദ സാച്ചുറേഷൻ, അതൊന്ന് കൂൾ ചെയ്യും. ദ അണ്ടർ കൂളിംഗ് ഈസ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് അണ്ടർ ദ ഗിവൺ കണ്ടീഷൻസ്. വി ക്യാൻ സീ ദ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റിംഗ് എഫക്റ്റ് കുറച്ച് കൂടുണ്ട് ഇവിടെ. അണ്ടർക്കാണ് വി ക്യാൻ സീ ദാറ്റ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഓർ ഇവാപ്പറേറ്റിംഗ് പ്രോസസ്സ് കണ്ട ഇവിടെ നിന്ന് ആ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഓർ ഇവാപ്പറേറ്റിംഗ് പ്രോസസ്സ് ഈസ് ഇൻക്രീസ്ഡ്. See that the refrigerating effect or evaporating process is increased by supercooling or subcooling. അപ്പോൾ COP the same തന്നെ H1 minus HF3 divided by H2 minus H1. അപ്പോൾ ഇതാണ് നമ്മളുടെ കുറേ അതിലുള്ള കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻസ്, ഏതൊക്കെ ടൈപ്പിലുള്ള വേരിയേഷൻസ് ആണ് വരാമെന്നുള്ളത് എൻതാൽപ്പിയിൽ PH TS ഡയഗ്രത്തിൽ വരാവുന്ന ഡിഫറൻസ്. ഇനി ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ, അത് പ്രത്യേകിച്ച് വളരെ സിമ്പിൾ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ളതിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്തും കംപ്രസറിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്തും കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്തും അതേപോലെ തന്നെ കംപ്രസറിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്തുമുള്ള ടെമ്പറേച്ചറിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അതാണ് ഈ ആക്ച്വലിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ. ദ ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ ഡിഫേഴ്സ് ഫ്രം ദ തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ. അപ്പോൾ ആക്ച്വലിൽ എന്തോ ചെറിയ വ്യത്യാസമുണ്ട് തിയററ്റിക്കലും ആക്ച്വലും തമ്മിൽ. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചതൊക്കെ തിയററ്റിക്കലാണ് കഴിഞ്ഞത് പറഞ്ഞതൊക്കെ. അപ്പോൾ അടുത്ത സം ഓഫ് വിച്ച് ആർ അൺഅവോയ്ഡബിൾ ആൻഡ് കോസ് ലോസസ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ലോസസ് അങ്ങനെയുള്ള ഒരുപാട് ലോസസ് ഉള്ളതുകൊണ്ട് അതൊന്നും അൺഅവോയ്ഡബിൾ ആണ്. അത് കുറച്ച് നഷ്ടം ലോസസ് ഉണ്ടാക്കും. The main deviations are the vapor refrigerant leaving the evaporator is in superheated state. The vapor refrigerant leaving the evaporator is in superheated state എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4-to-1 പ്രോസസ്സ് കഴിഞ്ഞ ഫിഗറിൽ. ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-to-1 ഇതാണ് നമ്മുടെ ഇവാപ്പറേറ്റിംഗ്. ഇതിലെന്താ ആക്ച്വൽ കണ്ടീഷനിൽ എന്താ അത് സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. ആക്ച്വലി അത് സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. ദ കംപ്രഷൻ പ്രോസസ് ഈസ് നൈദർ ഐസെൻട്രോപിക് നോർ പോളിട്രോപിക്. അപ്പോൾ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈദർ ഐസെൻട്രോപിക് നോർ പോളിട്രോപിക് ആണ്. ഐസെൻട്രോപിക് പ്രോസസ്സ് പോളിട്രോപിക് പ്രോസസ്സ് ഒന്നല്ല. അപ്പോൾ ചിലപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അഡീഷനോ ഹീറ്റ് എക്സ്ട്രാക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാമെന്നാണ് പറയുന്നത്. The liquid refrigerant before entering the expansion valve is subcooled to the condenser. അപ്പോൾ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ബിഫോർ എൻ്ററിങ് ദ എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഇപ്പോൾ നേരത്തെ ഇതിലാണെങ്കിൽ 1 2 3 4 എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്പേഴ്സ് കൂടുതലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഫിഗർ ആണെങ്കിൽ 3 to 4 എക്സ്പാൻഷൻ വാൽവ് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ സബ് കൂൾഡ് ആവും. അപ്പോൾ ഇവിടെ ഒരു സബ് കൂൾഡ് ആയിട്ടുണ്ട്. ദ പ്രഷർ ഡ്രോപ്സ് ഇൻ ദ ഇവാപ്പറേറ്റർ സക്ഷൻ പ്രഷർ ആൻഡ് കണ്ടൻസർ ഡിസ്ചാർജ്. ദ പ്രഷർ ഡ്രോപ്സ് ഇൻ ദ ഇവാപ്പറേറ്റർ ആൻഡ് കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ ഡ്രോപ്സ് ഉണ്ടാവും. സക്ഷൻ പ്രഷറിലും ഡിസ്ചാർജ് പ്രഷറിലും ഒരു പ്രഷർ ഡ്രോപ്പ് നടക്കുന്നുണ്ട്. ദ പ്രഷർ ഡ്രോപ്സ് ഇൻ ദ ഇവാപ്പറേറ്റർ. പ്രഷർ ഡ്രോപ്സ് ഇൻ ദ അങ്ങനെയാണ്. ദ പ്രഷർ ഡ്രോപ്സ് ഇൻ ദ ഇവാപ്പറേറ്റർ ആൻഡ് കണ്ടൻസർ. അപ്പോൾ ഇവാപ്പറേറ്ററിലും കണ്ടൻസറിലും ഒരു പ്രഷർ ഡ്രോപ്പ് നടക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് ഒന്നുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇനി ഓക്കെ, നമ്മൾ ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ അതിൻ്റെ ഫിഗറാണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിങ്ങനെയാണ് ഇത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് നമ്മുടെ എന്ത് കംപ്രഷൻ. അതിൽ 5 to 6 ആണ് നമ്മുടെ ആക്ച്വൽ കംപ്രഷൻ. 5 to 6 ആണ് നമ്മുടെ ആക്ച്വൽ കംപ്രഷൻ നടക്കുന്നത്. പിന്നെ അതിന് മുന്നുള്ള കുറച്ച് സ്റ്റേജസുകളാണ്. ഇവിടെ സൂപ്പർ ഹീറ്റഡ് ആണ്, ഇവിടെ സൂപ്പർ ഹീറ്റഡ് ആണ്, ഇവിടെ ഒരു സബ് കൂളിംഗ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വന്ന് ഇത് എക്സ്പാൻഷനാണ്, ഇത് ഇത് അപ്പോൾ കംപ്രഷൻ, കണ്ടൻസേഷൻ, എക്സ്പാൻഷൻ, ഇവാപ്പറേഷൻ. അതിൻ്റെ ഇവിടെ ഒരു സബ് കൂളിംഗ്, ഇവിടെ 2 സൂപ്പർ ഹീറ്റ്. അതാണ് ഈ ഫിഗറിലുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പോയിൻ്റ് ആയിട്ട് PD PC PE PS എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്ഷൻ പ്രഷർ, ഇവാപ്പറേറ്റർ പ്രഷർ, അതേപോലെ തന്നെ കംപ്രഷർ പ്രഷറും ഡിസ്ചാർജ് പ്രഷറും കണ്ടൻസേഷൻ പ്രഷറും. ഡിസ്ചാർജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ ഡിസ്ചാർജ് പ്രഷർ. സക്ഷൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ സക്ഷൻ പ്രഷർ. ഇനി അതേപോലെ തന്നെ PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ പ്രഷർ. അപ്പോൾ കണ്ടൻസറിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നുള്ള പ്രഷർ. അതേപോലെ തന്നെ ഇവാപ്പറേറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ. അതാണ് ഇവാപ്പറേറ്റീവ് പ്രഷർ. ഇവാപ്പറേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രഷർ, അതാണ് ഇവാപ്പറേറ്റീവ് പ്രഷർ.
അപ്പോൾ അതിലുള്ള ജസ്റ്റ് ടൈമിൽ നമുക്ക് പറയാം പ്രോസസ്സ് 1, 2, 3. Point 1 represents the entropy of refrigerant into evaporator and the point 3 represents the exit of evaporator in superheated state. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണത് എവാപ്പറേറ്ററിൽ എൻട്രി ചെയ്യുന്നതും ഇവാപ്പറേറ്ററിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതും ഈ 1, 2, 2, 3 എന്ന് പറയുന്ന പോയിൻറ്റ്സുകളാണ്. പിന്നെ അത് എക്സിറ്റ് ഇവാപ്പറേറ്റർ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ്. എക്സിറ്റ് ഓഫ് ഇവാപ്പറേറ്റർ എന്താണ്? സൂപ്പർ ഹീറ്റഡ് ആണ്. ദ സൂപ്പർ ഹീറ്റിംഗ് കോസസ് ഇൻക്രീസ്ഡ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആൻഡ് ഇൻക്രീസ്ഡ് കംപ്രസർ വർക്ക്. അപ്പോൾ ഇവിടെ നിന്ന് സൂപ്പർ ഹീറ്റ് ആയതുകൊണ്ട് അത് എന്താവും? ഇൻക്രീസ്ഡ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടി, അതേസമയം അതിൻ്റെ കംപ്രസർ വർക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി 3, 4, 5, 6, 7, 8 3, 4, 5, 6, 7, 8 അത്രയും റീജിയൻ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ് ത്രൂ ദ കംപ്രസർ. ദ ആക്ച്വൽ സക്ഷൻ പ്രഷർ ഈസ് കണ്ട സക്ഷൻ പ്രഷർ, ഇതിൻ്റെ കംപ്രസറിൻ്റെ സക്ഷൻ പ്രഷർ എന്താണ്? ഇവാപ്പറേറ്റീവ് പ്രഷറിനേക്കാളും കുറവാണ്. കണ്ട, ഇതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. സക്ഷൻ പ്രഷർ ഇവാപ്പറേറ്റീവ് പ്രഷറിനെക്കാട്ടിയും കുറവാണ്. അതേപോലെ തന്നെ അടുത്തത് ദിസ് ഈസ് ഡ്യൂ ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സിലിണ്ടർ വാൾസ് ആൻഡ് ദ വേപ്പർ റെഫ്രിജറൻറ്റ്. അവിടെ സിലിണ്ടർ വാൾസിനും വേപ്പർ റെഫ്രിജറൻറ്റിലും ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ വഴിയാണ് അത് ഉണ്ടാകുന്നത്. ദ ആക്ച്വൽ കംപ്രഷൻ ഈസ് ഷോൺ ബൈ 5 to 6 വിച്ച് ഈസ് നൈദർ ഐസെൻട്രോപ്പിക് നോർ പോളിട്രോപ്പിക്. അപ്പോൾ ഈ 5 to 6 ആണ് എന്ത്? അതിൻ്റെ ആക്ച്വൽ കംപ്രഷൻ. ഇവിടെയുള്ളതാണ് PSP. ഇനി അടുത്ത് എന്താ എഴുതിയുള്ളത്? ഡ്യൂ ടു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ ദർ ഈസ് എ പ്രഷർ ഡ്രോപ്പ് ദാറ്റ് ഈസ് ആക്ച്വൽ ഡിസ്ചാർജ് പ്രഷർ ഈസ് മോർ ദാൻ ദ കണ്ടൻസർ പ്രഷർ. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് പ്രഷർ ഇതാണ് നമ്മളുടെ കംപ്രസറിൻ്റെ ഡിസ്ചാർജ് പ്രഷർ. അതെന്താണ്? കണ്ടൻസർ പ്രഷറിനേക്കാളും കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ആക്ച്വൽ ഡിസ്ചാർജ് പ്രഷർ PD ഈസ് മോർ ദാൻ കണ്ടൻസർ പ്രഷർ PC. ഇനി 8, 9, 10, 11 ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ് ത്രൂ ദ കണ്ടൻസർ. അപ്പോൾ ഇതെന്താ പറയുന്നത്? 8, 9, 10, 11 എന്ന് പറയുന്നത് ഇവിടുന്ന് 8, 9, 10, 11 വരെയുള്ളത് എന്താ പറയുന്നത്? റെഫ്രിജറൻറ്റ് ത്രൂ ദ കണ്ടൻസറിലൂടെ പോകുന്നതാണ്. 8 to 9 റെപ്രസെൻറ്റ്സ് ദ കൂളിംഗ് ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ. 8 to 9 റെപ്രസെൻറ്റ്സ് ദ കൂളിംഗ് ഓഫ് സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറൻറ്റ് ടു ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ വരെ അത് കൂൾ ചെയ്തിട്ട് ഡ്രൈ സാച്ചുറേറ്റഡ് ആക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോയിട്ട് 9 to 10 ഷോസ് ദ റിമൂവൽ ഓഫ് ദ ലാറ്റൻ ഹീറ്റ്. ഇവിടെ നിന്ന് ഇതിങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇവിടെ നിന്ന് സൂപ്പർ ഹീറ്റഡ് ആക്കിയിട്ട് ഇത് ഡ്രൈ സാച്ചുറേറ്റഡ് ആക്കും. പിന്നെ ഇവിടെ നിന്ന് അതിൻ്റെ ലാറ്റൻ ഹീറ്റ് കളയും. അതിനുശേഷം 10 to 11 അതിൻ്റെ സബ് കൂളിങ്. 10 to 11 അതിൻ്റെ സബ് കൂളിങ്. ഇനി 11 to 1 ദിസ് പ്രോസസ് റെപ്രസെൻറ്റ്സ് ദ എക്സ്പാൻഷൻ ഓഫ് സബ് കൂൾഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ബൈ ത്രോട്ട്ലിംഗ് ഫ്രം ദ കണ്ടൻസർ പ്രഷർ ടു ദ ഇവാപ്പറേറ്റർ പ്രഷർ. അപ്പോൾ ഈ 11 to 1 എന്താ? അതിൻ്റെ എക്സ്പാൻഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് പ്രോസസ്സാണ് ഫ്രം ദ അപ്പോൾ അതിൻ്റെ കണ്ടൻസർ പ്രഷറിൽ നിന്ന് ഇവാപ്പറേറ്റർ പ്രഷറിലേക്കുള്ള അതിൻ്റെ എക്സ്പാൻഷനാണ്. അവിടെ പ്രഷർ കുറയും. ഇനി അതാണ് നമ്മളുടെ ആക്ച്വൽ കംപ്രഷൻ വേപ്പർ കംപ്രഷൻ സൈക്കിളിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സൂപ്പർ കൂളിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ ആക്ച്വൽ കംപ്രഷൻ. ഇവിടെ നിന്ന് ഇത് സൂപ്പർ കൂളിംഗ് കഴിഞ്ഞിട്ട് അതിന് തിരിച്ച് സൂപ്പർ ഹീറ്റിനെ ഇത് സൂപ്പർ ഹീറ്റാണ്. ഇവിടെ ആക്ച്വൽ കംപ്രഷനാണ്. ഇവിടെ സൂപ്പർ ഹീറ്റിനെ ഡ്രൈ സാച്ചുറേറ്റഡ് ആക്കും. ഇവിടെ ലാറ്റൻറ്റ് ഹീറ്റ് കൊടുത്തു വിടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ അണ്ടർ കൂളിംഗ്, ഇവിടെ എക്സ്പാൻഷൻ, ഇവിടെ ഇവാപ്പറേഷൻ. അപ്പോൾ ഇതാണ് ആക്ച്വൽ കംപ്രഷൻ സൈക്കിൾ. ഓക്കെ, ആക്ച്വൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ.